ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എൻ്റെ രണ്ടാമത്തെ ഡെലിവറി സ്റ്റോറി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും പറഞ്ഞു ഫസ്റ്റ് ഡെലിവറി സ്റ്റോറി ഒന്ന് പറയുമെന്ന് കേട്ടോ. അപ്പം ആദ്യത്തെ മോളുണ്ടായിട്ട് ഇപ്പം എനിക്ക് അവൾക്ക് 4 വയസ്സായി. 4 വർഷത്തിന് മുന്നുള്ള ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പം സ്വതവേ നമ്മൾ ഡെലിവറി സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഡെലിവറി എനിക്ക് എന്താണ് ഡെലിവറി എന്ന് അറിയാണ്ട് നമ്മൾ ഡെലിവറിക്ക് പോയൊരു സമയമായിരുന്നു ആദ്യത്തെ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഡോക്ടർ തന്നെയായിരുന്നു, വിനീത ഡോക്ടറായിരുന്നു എനിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കാണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റൊക്കെ ആയത്. നമ്മൾ 2-3 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ്. പീരീഡ്സ് കറക്റ്റ് അല്ല. അപ്പോൾ അത് കാരണം ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് കണ്ടു. പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചു. അങ്ങനെയായിരുന്നു ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ നമുക്ക് 3 മാസം കഴിഞ്ഞപ്പോൾ 3-ാമത്തെ മാസം സ്കാനിങ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്മൂത്തായിട്ട് പോയി. ഫെബ്രുവരി 13-ാം തീയതി ആയിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഞാനൊരു ജനുവരി ലാസ്റ്റൊക്കെ ആയപ്പോൾ ജനുവരി ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ പോയി കണ്ടപ്പോൾ ഡോക്ടർ നമ്മുടെ വയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, കുട്ടി തിരിഞ്ഞു വന്നിട്ടില്ല, കുട്ടി ബ്രീച്ച് പൊസിഷനിലിരിക്കണം, കുട്ടിയുടെ തല മുകളിലേക്കായിട്ടിരിക്കണം, ആ കുട്ടി ഇങ്ങനെ തിരിഞ്ഞ് അടിയിലേക്ക് വരണം, തിരിഞ്ഞു വന്നിട്ടില്ല. അത് കാരണം തന്നെ ഫെബ്രുവരി 15-ാം തീയതിക്ക് എനിക്കൊരു സ്കാനിങ് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു ഫെബ്രുവരി 25-ാം തീയതി നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന്. ഈ 2 കാര്യം ഡോക്ടർ പറഞ്ഞു. ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. കാരണം ഞാൻ നോർമൽ ഡെലിവറി ആഗ്രഹിച്ചിട്ട് പെട്ടെന്ന് ഓപ്പറേഷനാണ് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടി തിരിഞ്ഞു വന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വരും. ഓപ്പറേഷൻ ഡേറ്റ് അടക്കം തന്നു 25-ാം തീയതി. 15-ാം തീയതി സ്കാൻ ചെയ്ത് കാണിച്ചെടുക്കണം. അപ്പോൾ ആകെ മൊത്തം ടെൻഷനായിരുന്നു ആ ഒരു സമയം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻ്റെ അമ്മാമ്മയുടെ വീട്ടിൽ എൻ്റെ അമ്മാമ്മയുടെ ബന്ധുവുണ്ട്. ബന്ധുവിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ചേച്ചിയുടെ. അപ്പോൾ ഞാനും എല്ലാവരും കൊണ്ടിട്ട് കല്യാണമൊക്കെ ആഘോഷിച്ച് അടിച്ച് പൊളിച്ചു. കല്യാണം എന്ന് പറയുന്നത് ഫെബ്രുവരി 12-ാം തീയതി ആയിരുന്നു കേട്ടോ കല്യാണം. ഫെബ്രുവരി 12-ാം തീയതി ആയിരുന്നു കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ റിസപ്ഷനൊക്കെ നമുക്കറിയില്ലല്ലോ, ഡെലിവറി ആയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ റിസപ്ഷനൊക്കെ പോയി വെറുതെ. അപ്പം എൻ്റെ വയറ് കണ്ടിട്ട് എല്ലാവർക്കും അവിടെ വിഷമമായിരുന്നു. കാരണം അത്രയധികം വയറുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവിടുത്തെ കല്യാണച്ചക്കൻ്റെ അച്ഛനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു സ്റ്റേജിൽ കയറാൻ കണ്ടിട്ട്. മോളെ ഇത്ര വയറ് വെച്ച് മോളെ സ്റ്റേജിൽ കയറാൻ എൻ്റെ കൈയൊക്കെ പിടിച്ച് അങ്ങനെ കയറ്റി. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ചു. എന്നിട്ട് ഞങ്ങൾ എൻ്റെ അമ്മാമ്മേരെ വീട്ടിലൊക്കെ കിടന്നു. രാത്രി നമ്മൾ ഉറങ്ങുമല്ലോ. അപ്പോൾ ഉറങ്ങുന്ന നേരത്ത് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണം. അപ്പം ഞാനും അമ്മമ്മയും കട്ടിലുമ്പോൾ താഴത്തെ ചേട്ടൻ അങ്ങനെയൊക്കെയാണ് കിടക്കേണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് 4 മണിയൊക്കെ ആയപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടണ പോലെ തോന്നി. അപ്പോൾ ഞാൻ എനിക്ക് വഴിക്ക് തന്നെ പിന്നെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ചേട്ടൻ്റെ മേത്തേക്കാണ് വീഴണത്. ഞാൻ എനിക്ക് നിൽക്കുമ്പോൾ ചേട്ടൻ താഴത്തല്ലേ കിടക്കണത്. അയ്യോ ചേട്ടൻ മൂത്രം പോയിന്ന് പറഞ്ഞിട്ട് ഞാൻ ടെൻഷൻ അടിച്ചിട്ട് കരയാൻ നിൽക്കുക. അപ്പോൾ ഞാനൊരു വേഗം ബാത്റൂമിലേക്ക് പോയി. എന്നിട്ട് അപ്പോഴേക്കും ചേട്ടൻ എല്ലാവരെയും വിളിച്ച് എല്ലാവരോടും, എൻ്റെ വല്യമ്മോടും എൻ്റെ അമ്മോടും മേമോടും എല്ലാവരോടും അവർക്ക് ഇങ്ങനെ ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ പോയി പുറത്തേക്ക് വരുമ്പോഴേക്കും എല്ലാവരും പല്ലേക്കലായി, ഗ്ലാസ് എടുക്കലായി, പ്ലേറ്റ് എടുക്കലായി, നമുക്ക് സമയമായി, പ്രസവിക്കാൻ സമയം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആകെ വെള്ളപ്പൊക്കമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും ഒതുക്കി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ അതൊന്നല്ലേ നീ പറയണ്ട, അത് വെള്ളം നിൽക്കണില്ലല്ലോ, അപ്പോൾ എന്തായാലും അത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ മണ്ണുത്തിയിലാണ് അമ്മമ്മേരെ വീട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വേഗം തന്നെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരു 5 മണി 5:30 ആയപ്പോൾ എത്തിയുള്ളൂ കേട്ടോ. അവിടെ എത്തിയിട്ട് നമ്മൾ അപ്പോൾ ഫെബ്രുവരി 13-ാം തീയതി പുലർച്ചെ 5:30 അവിടെ എത്തിയിട്ട് ഡോക്ടർ നമ്മൾ കാഷ്വാലിറ്റിക്ക് പോയ കാഷ്വാലിറ്റിയിൽ നമുക്ക് അവിടെ നിന്ന് വീൽ ചെയറിൽ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പം എനിക്കെന്ന് വെച്ചാൽ
ഒരു ടെൻഷനും ഇല്ല കേട്ടോ ആ സമയത്ത്. എൻ്റെ അമ്മയ്ക്കായിരുന്നു ഭയങ്കര ടെൻഷൻ. എനിക്കങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകുന്നില്ല. കാരണം എനിക്ക് എന്താണോ ഭയങ്കര ഒരു ധൈര്യമായിരുന്നു ആദ്യത്തെ പ്രസവം. അപ്പോൾ ഞാൻ എന്നിട്ട് കാഷ്വാലിറ്റി പോയി ലേബർ റൂമിലേക്ക് പോയി അവിടെ കിടന്നു. അവിടെ കുട്ടിയുടെ അനക്കൊക്കെ നോക്കി. അപ്പോൾ ഒരു രമേശ് ഡോക്ടർ ഉണ്ടായിരുന്നു. രമേശ് ഡോക്ടർ എൻ്റെ PV ചെയ്തു കേട്ടോ. PV ആദ്യമായിട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് വേദന ഒന്നും എടുത്തില്ല. കാരണം ഡോക്ടർ പറഞ്ഞു കൂളായിട്ട് കിടക്കുക, ബലം പിടിക്കാണ്ട് കിടക്കുന്നു. ബലം പിടിക്കാണ്ട് കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടി തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുട്ടി തിരിഞ്ഞു വന്നിട്ടില്ല എന്നായിരുന്നു മറ്റേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പിന്നെയും PV ചെയ്ത് നോക്കി. അപ്പോൾ ഡോക്ടറോട് കുട്ടി തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വെള്ളം പോയ കാരണം വെള്ളം പൊട്ടിക്കേണ്ട ആവശ്യം വന്നില്ല. അത് പിന്നെ നമ്മൾ ഡോക്ടർ കുറച്ച് നേരം അവിടെ കുറേ 2-3 കേസുകളുണ്ടായിരുന്നു ലേബർ റൂമിലിട്ടാണ്. അപ്പോൾ അവരുടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ എന്നോട് അവിടെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ വേറെ നമ്മൾ ഷർട്ടോ മുണ്ടോ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല എനിക്കിതുവരെ. അപ്പോൾ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കിടന്നിട്ട് എനിക്ക് വേദന കാര്യങ്ങളൊന്നും ഇല്ല. കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ തുണി വയ്ക്കും, വെള്ള തുണി വയ്ക്കും. അപ്പോൾ അത് വെച്ചപ്പോൾ ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോയപ്പോൾ അപ്പോൾ അവിടെ അതിൽ ബ്ലഡ് കണ്ടു. അപ്പോൾ എനിക്കൊക്കെ പേടിയായി ബ്ലഡ് കണ്ടപ്പോൾ. അപ്പോൾ എന്നിട്ട് ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഡോക്ടർ ബ്ലഡ് കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വേഗം തന്നെ ഇതാക്കി, നമ്മുടെ ഇൻഡ്യൂസ് ചെയ്തു വേദന വരാനുള്ള മരുന്ന് ഡ്രിപ്പ് കയറ്റി. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വയറ് ക്ലീൻ ചെയ്തു കേട്ടോ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു ഡ്രസ്സ് തരും. ആ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് അവിടെ കിടക്കണം. അപ്പോൾ അവരുടെ ഒരു ഡ്രസ്സ്. അപ്പോൾ എന്നിട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ ഇരുന്നു. അപ്പോൾ അവിടെ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അടുത്തൊരു നല്ല നല്ല നേഴ്സുമാർ വന്നിട്ട് എൻ്റെ കൈയൊക്കെ തടവി തരും. എന്നോട് ഇങ്ങനെ നന്നായി സംസാരിക്കും, പേടിക്കേണ്ട. അതൊക്കെ എനിക്ക് ഭയങ്കര റിലീഫായിരുന്നു കേട്ടോ. കാരണം ഞാൻ അത്രയും വേദന വരുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഓളിടുമായിരുന്നു. പിന്നെ വേദന പോകുമ്പോൾ ഉണ്ടാണ്ടിരിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ആദ്യത്തെ ഇപ്പം നമുക്ക് ഒരു 7:30-8 മണിയോട് കൂടി എനിക്ക് ഇൻഡ്യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചാരിയിരിക്കേണ്ട കസാരയുണ്ട്. അപ്പോൾ ഞാൻ ചാരി ഇരുന്ന് വേദന വരുമ്പോൾ എനിക്കിരിക്കും, വേദന ഇല്ലാത്തപ്പോൾ സുഖസുന്ദരമായിട്ട് കിടന്ന് ഉറങ്ങും. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ എന്നിട്ട് ഡോക്ടർ അമ്മോടൊക്കെ പറഞ്ഞു അപർണ നല്ല ഉറക്കമാണ്, ഞാൻ അവളെ പ്രസവിപ്പിക്കാൻ ഞാൻ അവളെ ഉറക്കത്തിൽ നിന്ന് പിടിച്ച് ഏൽപ്പിക്കണം, അവൾ നല്ല ഉറക്കാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മോട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നോട് വേറെ എന്തെങ്കിലും പോയി കഴിച്ചോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എനിക്ക് വേദന എടുക്കുമ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ എന്തായാലും ഒരു 9:30 വരെ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ പോവാണ്, വേറെ ഡോക്ടർ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഞാൻ ഇന്ന് പ്രസവിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ ഇങ്ങനെ ചിരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നീ ഇന്ന് തന്നെ പ്രസവിക്കും, അല്ലാണ്ട് നീ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നീ നാളെ പ്രസവിക്കുള്ളൂ എന്ന് പറഞ്ഞു. നീ ഇങ്ങനെ കൂളായിട്ടിരിക്കാൻ വെച്ചാൽ നീ ഇന്ന് പ്രസവിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സമാധാനേ, ഇന്ന് പ്രസവിക്കുമല്ലോ. അപ്പോൾ എനിക്ക് എപ്പോഴെപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. അപ്പോൾ അവിടെ ഒരു സ്റ്റൂളിൽ പോലത്തെ സംഭവമുണ്ട്, സ്റ്റൂള്. അപ്പോൾ അതിൽ ഇരുന്നിട്ടാണ് യൂറിൻ പാസ് ചെയ്യുക. അപ്പോൾ അവർ പറയും കെടുക്കാൻ. നമ്മൾ ഈ വേദന എടുത്ത് മരണാശ്വാസം അടിക്കുമ്പോൾ കെടുക്കാനൊന്നും തോന്നില്ല അല്ലേ. അപ്പം ഞാൻ അവിടുത്തെ ചേച്ചിമാരൊക്കെ നോക്കിയിരിക്കും, അവരൊക്കെ ഇങ്ങനെ കിടന്ന് വേദനത്തിന്. ഞാൻ നോർമലായിട്ട് ഇരുന്നിട്ടൊക്കെയാണ് ഇങ്ങനെ വേദന വരുമ്പോൾ ഓടിടും, പിന്നെ അങ്ങോട്ട് നോർമലായിട്ട് പോകും. ഞാൻ അതുവരെ കിടന്നിട്ടില്ല കേട്ടോ. കിടക്കാൻ എനിക്ക് പേടിയാണ്, എന്താണോ കിടക്കാൻ എനിക്ക് എന്തോ പേടി പോലെ. അപ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഓടിട്ട് കരയണ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഞാനിതുവരെ കിടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറയും. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് പിന്നെ വേറെ ഡോക്ടർ വന്നു കേട്ടോ, സുസ്മിത ഡോക്ടർ വന്നു. അപ്പോൾ ആ ഡോക്ടർ നല്ല ഡോക്ടറാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കാന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനുള്ളൊരു ടെൻഷൻ. അമ്മ അവിടെ തല കറങ്ങി പ്രഷർ കുറഞ്ഞ് അവിടെ ഇരിക്കുക. എനിക്കാണെന്ന് വെച്ചാൽ ടെൻഷനൊന്നുമില്ല, ഈ വേദനയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടിവയറും നമ്മുടെ തൊടേര അവിടെ നിന്നൊക്കെ ഒരു വേദന വരുമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് പീരീഡ്സിന് ഒരു വേദന ഇല്ലാത്ത ആളാണ്. ഒരു ചെറിയൊരു കാലുകഴപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ പീരീഡ്സ് ആവാൻ തന്നെ ഞാൻ അറിയാറില്ല. അങ്ങനെയാണ് എനിക്ക് വയറുവേദന അങ്ങനത്തെ വരുന്നൊന്നും പീരീഡ്സിൽ വരാറില്ല. അത് കാരണം എനിക്ക് ഇത്രയും വേദന ഭയങ്കരമായിട്ട് വേദന തോന്നിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ക്ലോക്കിൽ ഞാൻ ഇങ്ങനെ സമയം നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ 10:30 10:30 ഇങ്ങനെ പ്രസവിക്കണില്ല. അപ്പോൾ അവർ പറഞ്ഞു ആയിട്ടില്ല മോളെ ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിണ്ടാവും, ഒന്ന് പി വി ചെയ്ത് നോക്ക് ചേച്ചി, ഒന്ന് പി വി ചെയ്ത് നോക്ക് സിസ്റ്ററേന്ന്. അപ്പോൾ ആ സിസ്റ്റർ പറയും മോളെ നിനക്കാണ് ഇത്ര പി വി ചെയ്യാൻ അത്ര ഇഷ്ടമുള്ളൊരു കുട്ടി, വേറൊരാളും പി വി ചെയ്യാൻ അവർക്ക് പേടിയാന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു സാരില്ല, എനിക്ക് ചെറുപ്പം ടെൻഷനാണ്, കുറേ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടി വന്നിരുന്നിട്ട് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ളതൊക്കെ. അത് കാരണം ഞാൻ എപ്പോഴും പി വി ചെയ്യാൻ പറയും സിസ്റ്ററിനോട്. അപ്പോൾ സിസ്റ്റർ എന്നിട്ട് പി വി ചെയ്ത് തരും കേട്ടോ. അവർ പറഞ്ഞു ആയിട്ടില്ല, 3 സെൻറ്റിമീറ്റർ വികസിച്ചിട്ടുള്ളൂ അങ്ങനെയൊക്കെ പറയും. അപ്പം എന്നിട്ട് പെട്ടെന്ന് എനിക്ക് അങ്ങനെ യൂറിൻ പാസ് ചെയ്യണം തോന്നി, മൂത്രം ഒഴിക്കാൻ മുട്ടണ പോലെ തോന്നി. അപ്പം എന്നിട്ട് അവർ സ്റ്റൂളൊക്കെ എടുത്തു തന്നു. എന്നിട്ട് മൂത്രം പോണില്ല, യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്ററെ യൂറിൻ പോണില്ല എന്ന് പറഞ്ഞ വഴിക്ക് അവർ പറഞ്ഞു നമുക്കെന്താ വെച്ചാൽ ട്യൂബ് ഇടാന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ ട്യൂബ് എന്ന് പറഞ്ഞപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വന്നവർ. അപ്പം ഞാൻ ഈശ്വര, അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്ററിനോട് ഞാൻ ഒരു മിനിറ്റ് ഞാനൊന്നും കൂടെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് പോയി, ഭാഗ്യത്തിന് യൂറിൻ പോയി. പക്ഷെ പറഞ്ഞാൽ എനിക്ക് വന്ന സന്തോഷം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഈ വേദനയുടെ ഇടയിൽ ഈ ട്യൂബും കൂടി ഇട്ട് കഴിഞ്ഞാൽ എത്ര നല്ല സുഖം ഉണ്ടാവും. ഭാഗ്യത്തിന് ദൈവം സഹായിച്ച് അങ്ങനെ ഇടാൻ പറ്റിയില്ല കേട്ടോ. ഭാഗ്യം, അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഭാഗ്യമുണ്ട്. എന്നിട്ട് എല്ലാവരും ചിരിച്ചു വിട്ടാ ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ട് യൂറിൻ പോയി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സിസ്റ്റർമാരൊക്കെ ഇരുന്ന് ചിരിക്കലായിരുന്നു പരിപാടി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ആയിട്ടില്ല. ഡോക്ടർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ്ട കേട്ടോ. നല്ല എനിക്ക് ആദ്യത്തെ ഡെലിവറി എന്ന് പറയുന്നത് നല്ല സുഖമായിരുന്നു. ലേബർ റൂമിൽ സിസ്റ്റർമാരായാലും എല്ലാവരും നല്ല കമ്പനിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചില സിസ്റ്റർമാരൊക്കെ ചീത്ത പറയും, അങ്ങനെ എനിക്കൊന്നും ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ ആദ്യത്തെ ഡെലിവറിയിൽ കേട്ടോ. അപ്പം എന്നിട്ട് ഞാൻ പിന്നെയും നമ്മൾ ഇങ്ങനെ വേദന എടുക്കുമ്പോൾ എല്ലാവരുടെ അടുത്ത് നോക്കും. എന്നിട്ട് ഞാൻ ഒരു 11:30 ഒക്കെ ആയി, ഒരു 11 മണി 11:15 ആയപ്പോൾ എനിക്കങ്ങനെ അധികം വേദന എന്ന് പറയുമ്പോൾ ഈ വയറുവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 11 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് പിന്നെയും യൂറിൻ പാസ് ചെയ്യാൻ തോന്നി. അപ്പം ഞാൻ യൂറിൻ പാസ് ചെയ്യാൻ സിസ്റ്ററിനോട് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു അത് മോളെ നിനക്ക് തോന്നണതാവും, അത് നിനക്ക് തോന്നണതാവും. പറഞ്ഞു അല്ല എനിക്ക് പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ അലറി പൊളിക്കായിരുന്നു. എന്നുവെച്ചാൽ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട്, എനിക്കും ഇപ്പം മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ സ്റ്റൂള് വെച്ചിട്ട് പിന്നെയും എന്നെ അവിടെ ഇരുത്തി. ആ സ്റ്റൂളെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമല്ലോ, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് മൂത്രമൊഴിച്ച് ഇരിക്കണ വഴിക്ക് തന്നെ ഉണ്ണിയുടെ തല ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്ന പോലെ എനിക്ക് ഫീൽ വന്നു. അപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ മുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ മുക്കല്ലേ അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് അപ്പുറത്തെ സെക്ഷനിലേക്ക് മാറ്റി. അപ്പോൾ 3 സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ലേബർ റൂമിൻ്റെ ഉള്ളിലത്തെ സെക്ഷൻ അവിടെയാണ് നമ്മൾ ഡെലിവറി ഒക്കെ ചെയ്യുക. അപ്പോൾ മുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് പതുക്കെ നടത്തി അപ്പുറത്തെ കട്ടിലുമ്മ കൊണ്ട് കിടത്തി. എന്നിട്ട് അവിടെ നിന്ന് എന്നെ ഡോക്ടർ നോക്കിയപ്പോൾ കുട്ടി ഇറങ്ങി വന്നിട്ടുണ്ട്, തല കണ്ടു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉണ്ണീരെ ബേബിയുടെ ഹെയർ കാണുന്നുണ്ട്, അപ്പം നന്നായിട്ടൊന്ന് മുക്കി കഴിഞ്ഞാൽ ബേബി വരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് അങ്ങനെ നമ്മൾ വായ തുറക്കാണ്ട് വായ അടച്ച് പിടിച്ച് അപ്പുറത്ത് 2 കമ്പിയുണ്ട്, കമ്പിമ പിടിച്ച് മുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 2-3 മുക്ക് മുക്കിയുമ്പോഴേക്കും ഉണ്ണി വന്ന് അപ്പോൾ ഉണ്ണി ഏതാണെന്ന് അറിയാണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. പെൺകുട്ടിയാണെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണി വന്ന് ഉണ്ണി കരഞ്ഞു. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ വയറിനുള്ളൊരു ജീവനുള്ളൊരു ഉണ്ണി നമ്മുടെ വയറ്റിൽ കൂടെ വന്ന് എന്നിട്ട് അതിന് തുടച്ച് അവർ വൃത്തിയാക്കി വെയിറ്റ് നോക്കി 2,940 ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണി. അപ്പോൾ എന്നിട്ട് പറഞ്ഞു പെൺകുട്ടിയാണ്, അമ്മയുടെ പോലെ നല്ല സുന്ദരി പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ എന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് എനിക്ക് ഉണ്ണി എൻ്റെ ഉമ്മ വെച്ചു, ഞാൻ ഉണ്ണീന് ഉമ്മ കൊടുത്ത്. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു മാജിക്കലായിട്ടൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്.
അപ്പോൾ എന്നിട്ട് എനിക്ക് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. എന്നിട്ട് ഉണ്ണീനെ നമ്മൾ അമ്മേരെ കയ്യിൽ കൊടുത്തു. അമ്മ എല്ലാം എടുത്തത്. അമ്മയ്ക്ക് തല കറങ്ങി അമ്മ വീണ കാരണം എൻ്റെ വല്യമ്മയുടെ മോളാണ് എടുത്തത് കേട്ടോ ഉണ്ണീനെ. എന്നിട്ടാണ് അമ്മ എടുത്തത്. അപ്പോൾ വല്യമ്മയുടെ മോൾ എൻ്റെ ചേച്ചിയാണ് ഉണ്ണീനെ എടുത്തത്. അപ്പം അങ്ങനെ എന്നിട്ട് സ്റ്റിച്ച് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു. എനിക്ക് പ്രസവിക്കണേനോ മുക്കണേനോ അതിനൊന്നുമല്ല എനിക്ക് ഇപ്പോൾ വേദന എന്ന് പറയുന്നത്. എനിക്ക് ആ സ്റ്റിച്ചിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് പേടി. കാരണം അത്ര അധികം വേദന ഞാൻ 2 ഡെലിവറിക്കും സ്റ്റിച്ച് ഇട്ടിട്ട് വേദന തിന്നുന്നുണ്ട്. അത്ര അധികം വേദന എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമാണോ അത് എല്ലാവർക്കും ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ സ്റ്റിച്ചിൻ്റെ വേദന. കാരണം അത്ര അധികം ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ സ്റ്റിച്ച് വേദനിച്ചിട്ട്. എനിക്ക് കുറേ നേരം അവർ സ്റ്റിച്ച് ഇട്ടിട്ട് കുറച്ച് നേരം നിൽക്കും. നമുക്കൊരു സമയം എടുക്കും സ്റ്റിച്ച് ഇടാൻ. അപ്പോൾ സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ എനിക്കപ്പോൾ ഒരു കുഴപ്പം സ്റ്റിച്ചിൻ്റെ വേദന അപ്പം അറിയില്ലല്ലോ. നമ്മൾ തരിപ്പിക്കുമല്ലോ, അറിയില്ല. അപ്പം ഞാൻ എന്നിട്ട് ഒരു സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് എൻ്റെ ഉടുപ്പ് മാറ്റി തരണം, എനിക്കിവിടെയൊക്കെ ബ്ലഡ് പോലെ എനിക്ക് മാറ്റാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി. ഞാൻ വീൽ ചെയറിലൊന്നല്ല പോയത്. ഞാൻ സുഖസുന്ദരമായിട്ട് നടന്നിട്ട് താഴത്താണ്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആണുങ്ങൾക്കൊന്നും പ്രവേശനമില്ലായിട്ട് ലേബർ റൂമിൻ്റെ ബാധിക്കുന്നു. അപ്പം ഞാൻ എന്നിട്ട് ചേട്ടനെ കാണാൻ താഴത്തേക്ക് പോകുന്നു നടന്നിട്ട്. ആ സ്റ്റിച്ച് വെച്ചിട്ട് ഞാൻ നടന്നു പോകുന്നു. അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്കൊരു പേടിയാവണം. എന്നിട്ട് ഞാൻ നടന്നു പോയിട്ട് പിന്നെ വേറൊരു സെക്ഷനുണ്ട്. അവിടെ നമ്മൾ കൊണ്ട് കിടത്തും. അവിടെ നിന്ന് 2 മണിക്കൂറിനുള്ളിൽ യൂറിൻ പോകണ്ടോ നോക്കും. എന്നിട്ട് പിന്നും ഒരു ഉൾപരിശോധന ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വാർഡിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ യൂറിൻ പോകുന്നുണ്ട്. പിന്നെ ബ്ലഡ് നമ്മൾ തുണി അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പാഡൊന്നുമല്ല, തുണി അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഉൾപരിശോധന ഉണ്ട്. അതെൻ്റെ കിളി പോയി. കാരണം ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ അവർ കൈയിട്ട് കുത്തി കയറ്റി അങ്ങോട്ട് എല്ലാതും ചകഞ്ഞ് എൻ്റെ പിന്നെ വേദന എടുത്ത് ഞാനൊരു വിധമുണ്ട് ആ ഒരു ഭാഗം. പിന്നെ നമ്മൾ വാർഡിലേക്ക് മാറ്റി. വാർഡിൽ 2 ദിവസം കിടന്നു കേട്ടോ. അപ്പോൾ മോള് ഫെബ്രുവരി 13 ശനിയാഴ്ച ആയിരുന്നു പ്രസവിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോയി. അപ്പോൾ നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിൽ എനിക്ക് അങ്ങനെ വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യത്തെ ഡെലിവറിക്ക് വല്ല കോംപ്ലിക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ദൈവം സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ഉറക്കമില്ല, വാശി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡെലിവറി ഇപ്പോൾ നമ്മളൊരു 8 മണി 8:30 കൂടിയാണ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒരു 3 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നമ്മളെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് കാണണം. അപ്പോൾ മോൾക്ക് പേര് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് പേരിട്ടത് ഇഷാനി കൃഷ്ണ എന്നാണ് മോളുടെ പേര്, മൂത്ത മോളുടെ പേര് കേട്ടോ. അപ്പോൾ നമുക്ക് അന്നൊരു ഭാഗ്യം എന്ന് പറയുന്നത് വാർഡിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കട്ടിലുകളൊക്കെ ഒഴിവായിരുന്നു. പിന്നെ ഒരു കട്ടിലുമ്പോൾ ഞാനൊരു കട്ടിലുമ്പോൾ അമ്മ, അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് എടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാൻറ്റീനത്തെ ഫുഡ് ആൻസിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ഏറ്റവും മിസ് ചെയ്തത് ക്യാൻറ്റീനത്തെ ഫുഡായിരുന്നു. കാരണം നമ്മൾ ഈ പാല് കൊടുക്കുമ്പോൾ വിശക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ക്യാൻറ്റീനത്തെ ഫുഡ്. പ്രസവം കഴിഞ്ഞ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അവിടുത്തെ ചോറ് എനിക്ക് ഇഷ്ടമില്ല. രാവിലത്തെ പലഹാരങ്ങളൊക്കെ എനിക്കിഷ്ടം. വെള്ളയപ്പം, കടലക്കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നൊരു ഡോക്ടർ ഉണ്ണിക്ക് മരുന്നൊക്കെ തന്നു. നമ്മുടെ വിറ്റാമിൻ്റെ എന്തൊക്കെ തന്നു, എനിക്കും തന്നു, കാൽസ്യത്തിൻ്റെ ഒക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ണിക്ക് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ഉണ്ണിക്ക് ഇത് വന്നു. ഒരു മഞ്ഞ കളർ പോലെ, നല്ല മഞ്ഞ കളർ പോലെ വന്നു. അപ്പോൾ നമ്മൾ പിന്നെയും ഉണ്ണിനെ ICUവിലേക്ക് കയറ്റി. NICUവിലായിരുന്നു ഉണ്ണി ഒരു ദിവസം കേട്ടോ. അപ്പം NICUവിൽ കയറ്റാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഭാഗത്തെ പാലിപ്പോൾ വെയിൽ കൊള്ളണ അതൊന്നല്ല സത്യം പറഞ്ഞ കാര്യം. നമ്മൾ 2 ബ്രസ്റ്റിലത്തെയും പാല് കൊടുക്കണം. ഒരു ബ്രസ്റ്റിലത്തെ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിക്ക് വേണ്ട പോഷകങ്ങൾ കിട്ടില്ല. അപ്പം നമ്മൾ 2 ബ്രസ്റ്റിലത്തെയും കൊടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് വേദന എടുക്കും, പിന്നെ ഉണ്ണികൾക്കും അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ ഡെലിവറി സ്റ്റോറി വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിൻ്റെ കാര്യം പറയല്ലേ. അപ്പോൾ സ്റ്റിച്ചിൻ്റെ ഞാൻ വേദന കുറയാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ബേസണിൽ
അതിലേക്ക് കുറച്ച് ഒരു ചെറിയൊരു ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് അതിൽ നമ്മൾ ഇരിക്കുക. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇരിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചൊക്കെ ഒന്ന് വേഗം ഉണങ്ങാനും ഉള്ളുണങ്ങാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.